Hi, I am Louis. I am a private pilot and currently under training. This is my first video on YouTube. So, പൈലറ്റ് ആവാൻ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതായിരിക്കട്ടെ ആദ്യത്തെ വീഡിയോ എന്ന് വിചാരിച്ചു. ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ നമുക്ക് യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമിലും കാണാം. എന്നാലും എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. So, what all you have to study to become a pilot? ആദ്യം തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ ആസ് യു നോ +2 സയൻസ് ആണ് വേണ്ടത്. നിങ്ങൾ സയൻസ് അല്ല കൊമേഴ്സ് ആണ് എടുത്തതെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് എഴുതണം. സോ അതാണ് ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് DGCA, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. DGCA എന്ന് പറഞ്ഞാൽ സിവിൽ ഏവിയേഷൻ്റെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇവരാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും എയർ സേഫ്റ്റീൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും എയർവോർത്തിനെസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കുന്നത് DGCA ആണ്. നമ്മൾ പൈലറ്റ് ആവാൻ വേണ്ടി എഴുതുന്ന എക്സാം DGCAൻ്റെ എക്സാംസ് ആണ്. 6 സബ്ജക്റ്റാണ് DGCA CPL കാറ്റഗറിയിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മെട്രോളജി. മെട്രോളജി സ്റ്റഡി ഓഫ് വെതറാണ്. ഇത് നമ്മൾ വെതറിനെ കുറിച്ചും നമ്മളെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലൗഡ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, വിൻഡ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഫോഗിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പിന്നെ വെതർ ചാർട്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് മെട്രോളജി. സോ നെക്സ്റ്റ് വൺ എയർ റെഗുലേഷൻ. എയർ റെഗുലേഷൻ പേര് പോലെ തന്നെ ഏവിയേഷൻ്റെ ലോ ആൻഡ് റെഗുലേഷൻസ് ആണ് എയർ റെഗുലേഷനിൽ വരുന്നത്. അതിൽ ട്രാഫിക് റൂൾസ്, പ്രൊസീജിയേഴ്സ്, ICAO റൂൾസ്, റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ എയർ റെഗുലേഷനിൽ പഠിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ എയർ നാവിഗേഷൻ. എയർ നാവിഗേഷനിൽ നമ്മൾ പഠിക്കുന്നത് ബേസിക് നാവിഗേഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈംഡ് ഇക്വേഷൻസ്, അതിൻ്റെ എന്താ പറയുക കാൽക്കുലേഷൻസ് കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ +2 പഠിച്ച പോലെ തന്നെ കൂടുതലായിട്ടുള്ള ഒന്നുമില്ല, +2 പഠിച്ച കാര്യങ്ങളാണുള്ളത്. മാഗ്നറ്റിസം ആൻഡ് കോമ്പസിൻ്റെ റീഡിങ്ങും കാര്യങ്ങളും ചാർട്ട് റീഡിങ് വരുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിക് എഫക്റ്റ് ഓൺ നാവിഗേഷൻ, വിൻസ് എങ്ങനെ എഫക്റ്റ് ചെയ്യും നമ്മളെ നാവിഗേഷനിൽ കാര്യങ്ങളെന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ എയർക്രാഫ്റ്റിന് ഇൻസ്ട്രുമെൻറ്റ്സ്, ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് എയർക്രാഫ്റ്റിൽ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എയർ നാവിഗേഷനിൽ പഠിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ടെക്നിക്കൽ ജനറൽ. ടെക്നിക്കൽ ജനറൽ എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ നോളജാണ് മെയിൻലി വരുന്നത്. എയർ ഫ്രെയിമിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ജെറ്റ് എഞ്ചിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മൾ ടെക്നിക്കൽ ജനറലിൽ, പിസ്റ്റൺ എഞ്ചിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, എയറോഡൈനാമിക്സ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റം, എയർക്രാഫ്റ്റിലുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, വെയിറ്റ് ആൻഡ് ബാലൻസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. സോ അതാണ് ടെക്നിക്കൽ ജനറലിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് RTR, റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡ്. ഇത് ബേസിക്കലി റേഡിയോ കോൾസ് ആണ്. എയർക്രാഫ്റ്റിൽ നിന്ന് ഗ്രൗണ്ടിലേക്കും ഗ്രൗണ്ടിൽ നിന്ന് എയർക്രാഫ്റ്റിലേക്കുള്ള കോൾസ് ആണ് RTRൽ മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടെക്നിക്കൽ ജനറൽ സ്പെസിഫിക്. ഇത് എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഏത് എയർക്രാഫ്റ്റിലാണോ ട്രെയിനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എയർക്രാഫ്റ്റിൻ്റെ എക്സാമാണ് ടെക്നിക്കൽ ജനറൽ എന്ന് വരുന്നത്, സ്പെസിഫിക് എന്ന് പറയുന്നത്. അപ്പം എല്ലാ സ്റ്റുഡൻസിനും വേറെ വേറെ ആയിരിക്കും. സോ ഇത്രയാണ് 6 സബ്ജക്റ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾ ട്രെയിനിങ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ട്രെയിനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അബ്രോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 സബ്ജക്റ്റ് ക്ലിയർ ചെയ്താൽ മതി. മെട്രോളജി, എയർ റെഗുലേഷൻ, എയർ നാവിഗേഷൻ. അതല്ല നിങ്ങൾ ട്രെയിനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് മേലെ പറഞ്ഞ 6 സബ്ജക്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരും CPL ലൈസൻസ് കിട്ടാൻ. സോ DGCAൻ്റെ പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞത് 70 ആണ്. ഇതിൽ 6 സബ്ജക്റ്റ് വരുന്നത് 2 സബ്ജക്റ്റ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.